പണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അവശയായിട്ട് തിരിച്ചു വരുമ്പോഴാണ് അമ്മ പത്തിരിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും മേടിച്ചു തരാറ് കേട്ടോ. എനിക്കും ആഗ്രഹം ഇന്ന് പത്തിരി കഴിക്കണമെന്ന്. പത്തിരി ഉണ്ടാക്കുമ്പോൾ നല്ല നൈസ് പൊടി വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എലൈറ്റിന്റെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഈ പത്തിരിയുടെ പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ എണ്ണ പുരട്ടിയിട്ട് ഈ കിണ്ണം മുകളിൽ വെച്ച് ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിലേ നമ്മുടെ അടിപൊളി പത്തിരി റെഡി കേട്ടോ. പത്തിരി പ്രസം ഒന്നും വേണ്ടേ വേണ്ട. അങ്ങനെ പത്തിരിയൊക്കെ ചുട്ടെടുത്തപ്പോൾ എനിക്ക് തോന്നി നല്ലൊരു കോഴിക്കറി ഉണ്ടാക്കണമെന്ന്. എന്നാൽ നമുക്ക് കോഴിക്കറി ഉണ്ടാക്കിയാലോ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള പേസ്റ്റ് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. ഗരം മസാലയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക, മറക്കണ്ട. അതോടൊപ്പം തന്നെ കുറച്ച് തക്കാളി നമ്മളിങ്ങനെ അടിച്ചൊഴിച്ചിട്ടിട്ട് നന്നായിട്ട് വെന്ത് വരാനായിട്ട് ഒറ്റ വിസിൽ മതി. കുറച്ച് പാലൊഴിച്ച് ഒന്നും കൂടി വേവിച്ച് ഇതാ പത്തിരിയിൽ നമ്മൾ നാളികേരം പാലും ചിക്കൻ കറിയും ഒഴിച്ച് കഴിക്കുമ്പോൾ എൻ്റെ സാറേ സംഭവം കിടുവാണ് കേട്ടോ. ട്രൈ ചെയ്തോളൂ.